നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 10 വയസ്സുകാരന്റെ പിതാവ് പൊള്ളലേൽപ്പിച്ചതായി ആരോപണം. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. ആരോപണം നിഷേധിച്ച ബന്ധുക്കൾ. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. നഗരത്തെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതി അറസ്റ്റിൽ. കന്യാകുമാരി തക്കല സ്വദേശി ബിജുവാണ് തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായത്. മുണ്ടയ്ക്കൽ സ്വദേശി രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. അഞ്ചലിൽ പോലീസുകാരന്റെ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ച കേസ്. അറസ്റ്റിലായ യുവതിയുമായി പോലീസ് തെളിവെടുപ്പ്. ശൂർനാട് സ്വദേശിനി ആരതിയുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളുമില്ല. തെക്കുംഭാഗം വടക്കുംഭാഗം LP സ്കൂളിന് പൂട്ട് വീണു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് സ്കൂളിന് താഴു വീണത്. വിശദമായ വാർത്തകളിലേക്ക്. മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരന് പൊള്ളലേറ്റു. അച്ഛനാണ് പൊള്ളലേൽപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴി. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. എന്താ സംഭവിച്ച മോനെ? ആരാ അച്ഛനോ? മോനെ അച്ഛനാണോ ചെയ്തേ? അച്ഛൻ ചെയ്താണോ മോനെ? കൊല്ലം മൈനാഗപ്പള്ളിയിലാണ് 10 വയസ്സുകാരനെ പിതാവ് പൊള്ളലേൽപ്പിച്ചെന്ന ആരോപണം ഉയരുന്നത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സക്കെത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തായത്. സംശയം തോന്നി ഡോക്ടർ ചോദിച്ചപ്പോഴാണ് കുട്ടി പിതാവിന്റെ ക്രൂരതയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുട്ടിയെ തുടർ ചികിത്സയ്ക്കായി SIT ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആരോപണം ബന്ധുക്കൾ നിഷേധിക്കുന്നുണ്ട്. 3 ദിവസം മുമ്പ് ജില്ലാ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ ശേഷം കുട്ടിയും അമ്മയും മടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഡോക്ടർക്ക് സംശയം തോന്നിയത്. ഇതോടെയാണ് കുട്ടി പിതാവാണ് പൊള്ളിച്ചതെന്ന് വെളിപ്പെടുത്തിയതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും ശാസ്താംകോട്ട പോലീസിന് ലഭിച്ച വിവരത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കുട്ടി സ്വയം ചൂടുള്ള കഞ്ഞിവെള്ളം ദേഹത്തേക്ക് ഒഴിച്ചതെന്നാണ് ബന്ധു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? അഡ്മിറ്റ് ആക്കിയില്ല. ഇത്രയും പൊള്ളലുള്ള കുഞ്ഞിനെ ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. എന്താ സംഭവം? ആര്? കുട്ടിയുടെ അച്ഛനോ? അച്ഛൻ പൊള്ളിച്ചല്ലേ? കുട്ടിയുടെ അച്ഛൻ അല്ല, പക്ഷെ കുട്ടി ഡോക്ടറെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. പോലീസിന് അങ്ങനെയാണല്ലോ ഇന്റിമേഷൻ ഉള്ളത്. പോലീസിനോട് അങ്ങനെയാണല്ലോ കേസല്ല, പോലീസിനെ അറിയിച്ച അങ്ങനെയാണല്ലോ. കുട്ടി ഡോക്ടറോട് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കുട്ടി അറിവില്ല, കുട്ടി ഇപ്പൊ ഇന്നലെ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ചെയ്യാതെ ഇന്ന് നടന്നത് തിരക്ക്. കുട്ടിയുടെ പിതാവ് മൈനാഗപ്പള്ളിയിൽ ഇല്ലെന്നും പട്ടാഴിയിലാണെന്നുമായിരുന്നു ബന്ധുവിന്റെ പ്രതികരണം. എന്നാൽ കുട്ടിയുടെ ശരീരത്തിലെ പരിക്കുകൾ ശരീരത്തിലേക്ക് സ്വയം തിളച്ച വെള്ളം ഒഴിക്കുന്ന രീതിയിലുള്ളതല്ലെന്നാണ് ആരോപണം. ശാസ്താംകോട്ട പോലീസ് SITയിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലും കൊല്ലം വി പാർക്കിലും മുലയൂട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. O മാധവൻ ഫൗണ്ടേഷന് KSFE ആണ് ഫീഡിംഗ് സെന്ററുകൾ അനുവദിച്ചത്. O മാധവൻ ഫൗണ്ടേഷന് KSFEയിൽ നിന്ന് അനുവദിച്ച 2 ഫീഡിംഗ് സെന്ററുകളാണ് കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലും കൊല്ലം വി പാർക്കിലും സ്ഥാപിച്ചത്. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി M മുകേഷ് മുലയൂട്ടൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞത്. KSFE മുൻ ചെയർമാനായിരുന്ന ശ്രീ വരദരാജൻ അദ്ദേഹം 4 മുലയൂട്ടൽ കേന്ദ്രമാണ് നമുക്ക് KSFEയുടെ
മുഖേന നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് 2 ഉദ്ഘാടനം ഇന്ന് നടത്തുന്നു. രണ്ടെണ്ണം കുറച്ച് കഴിഞ്ഞ് നടക്കും. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പലരും അത്ര അത്യാവശ്യമൊന്നും ഇല്ല എന്ന് കണക്കാക്കുന്ന ജനസിൽപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിന്റെ ആവശ്യകത, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും തരുന്നത് എന്നുള്ളത് നമ്മൾ കേരളത്തിന്റെ സുപ്രീം കോർട്ട് വരെ ഇടപെട്ട ഒരു സംഭവമാണ്. ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വളരെ ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും അമ്മമാരും സഹോദരിമാരും എത്തുന്ന സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ആവശ്യകതയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ഏറ്റവും നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും മൂല്യത കണക്കാക്കുന്ന ആ ഒരു സംഭവം വിസ്മരിക്കപ്പെട്ട വർഷങ്ങളാണ്, അല്ലെ കാലമാണ് കടന്നുപോയത്. ഫൗണ്ടേഷൻ ചെയർമാൻ കെ വരദരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു, വർക്കിംഗ് ചെയർമാൻ PK സുധീർ, ജോയിന്റ് സെക്രട്ടറി MS ശ്രീധർലാൽ, വിക്ടോറിയ ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറ കേരളപുരത്ത് പെയിന്റിംഗ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് സ്വദേശി ശ്രീകൃഷ്ണകുമാറാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. കേരളപുരം സെന്റ് വിൻസെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗിൽ പാകിയിരുന്ന ജിപ്സം ബോർഡ് ഇളക്കുന്നതിനിടെ ഷോക്കേറ്റ് നിലത്ത് വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികളും സ്കൂൾ അധികൃതരും ചേർന്ന് പെരുമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നഗരത്തെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതി അറസ്റ്റിൽ. കന്യാകുമാരി തക്കല സ്വദേശി വിജുവാണ് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ നിന്നും പിടിയിലായത്. കഴിഞ്ഞ 25-ന് മുണ്ടക്കൽ സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കമ്മീഷണർ ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെ ലോട്ടറി വിൽപ്പനക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിലാണ് കന്യാകുമാരി തക്കല സ്വദേശി വിജുവിനെ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നും കൊല്ലം സിറ്റി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 25-നായിരുന്നു നഗരത്തെ ഞെട്ടിച്ച കൊലപാതകം. കടയ്ക്ക് മുന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന മുണ്ടക്കൽ സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. വർഷങ്ങളായി കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു ഇയാൾ. രാത്രി സമയങ്ങളിൽ ഇയാൾ കടത്തിണകളിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. കഴുത്തിൽ തുണിമുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. മരണം ഉറപ്പാക്കാനായി മുഖത്ത് മർദ്ദിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം സമീപത്തെ പൈപ്പിൽ കെട്ടിയിടുകയും ചെയ്തു. കൊലപാതകത്തിനു ശേഷം ഇയാൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വിജു പിടിയിലായത്. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തമിഴ്നാട്ടിലും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് തെരുവിലലഞ്ഞ കൃഷ്ണമ്മയ്ക്ക് അഭയമായി മാതൃജ്യോതി അഭയകേന്ദ്രം. മങ്ങാട് സ്വദേശിനിയായ കൃഷ്ണമ്മയാണ് തെരുവിൽ അലഞ്ഞു നടന്നത്. ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് ഇവരെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത്. 3 മക്കളെ ആൺപിള്ളേരെ നല്ല രീതിയിൽ തന്നെ നോക്കിയത്. പക്ഷെ നോക്കാൻ നിവർത്തില്ലെങ്കിലും നോക്കി, വീട്ടു ജോലി ചെയ്ത് നോക്കി അവരൊക്കെ ഓരോ രീതിയിലായപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്ത്, തമിഴ്നാട്ടിൽ ഇരുന്ന് 2 പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുത്ത്. അവർക്ക് മക്കളായപ്പോൾ ഇപ്പൊ എനിക്ക് ഹാർട്ടിന്റെ ബ്ലോക്ക് അവര് എന്നെ നോക്കത്തില്ല, അങ്ങ് തള്ളിക്കളയുക, ചെലവില്ല എന്നൊക്കെ പറഞ്ഞ് 3 പെൺപിള്ളേരാ കൂടുതൽ എന്നോട് കടുംകൈ കാണിക്കുന്നത്. എൻ്റെ ആൺപിള്ളേർ നല്ല പിള്ളേരാ, പക്ഷെ അവരെ പറഞ്ഞത് കേട്ടോണ്ട് എന്നെ ഇല്ലാതാക്കി തള്ളിക്കള. ഈ 2 അണ്ണന്മാരെ ഇപ്പൊ 1 മാസം കൊണ്ട് എനിക്ക് കഞ്ഞി ചോറൊന്നും തിന്നാൻ പറ്റുന്നില്ല. വിവാഹം കഴിഞ്ഞ് പ്രത്യേകമായി താമസിക്കുന്ന 3 മക്കളും നാളുകളായി കൃഷ്ണമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ നിലയിലാണ്. ഇതേ തുടർന്ന് പള്ളിപ്പറമ്പുകളിലും ബസ് സ്റ്റോപ്പിലുമായിരുന്നു ഇവർ ഉറങ്ങി വന്നത്. രോഗം വന്നപ്പോൾ കൂടെ നിൽക്കാൻ പോലും ആരുമില്ലാതായി. എല്ലാം ഉണ്ടായിട്ട് എന്നെ മക്കളിങ്ങനെ തള്ളിക്കളഞ്ഞു, നോക്കുന്നില്ല. ഞാൻ മക്കളുടെ കൂടെ നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ മക്കൾക്ക് എന്നെ വേണ്ടാതായിപ്പോയി. ആശുപത്രിയിൽ പൈസ കൊടുക്കാൻ ചെലവാക്ക്, അത് അവർക്ക് വേണ്ട. എന്നെ വേണ്ടെന്നാ അവർ പറയുന്നത്. മൊത്തത്തില് വേണ്ട. ഞാൻ എന്താ വേണം? ഇപ്പോഴെങ്കിലും ഇവരൊക്കെ സഹായം കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. ഇത്രയൊക്കെ എത്തി പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ അടിപ്പെടാൻ. ഇളയവന് മൂത്തവന് എല്ലാവരും പറയാം ട്രെയിൻ അടിപ്പെടാൻ. മക്കളെ മാറി മാറി വിളിച്ചിട്ടും ആരും വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഒടുവിൽ
കൗൺസിലർ അജീന പ്രശാന്തിന്റെ അടുത്തെത്തി. പൊതുപ്രവർത്തകൻ സാബുവും റിട്ടയർഡ് SI ശ്യാമളനും ചേർന്ന കൃഷ്ണമ്മയെ കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പരാതി നൽകി. പോലീസ് പലതവണ മക്കളെ ബന്ധപ്പെട്ടിട്ടും സ്റ്റേഷനിലെത്താനോ അമ്മയെ ഏറ്റെടുക്കാനോ മക്കൾ തയ്യാറായില്ല. ഒടുവിൽ പോലീസ് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശന്റെ സഹായം തേടി. മങ്ങാട് ഡിവിഷനിൽ താമസിക്കുന്ന അമ്മയാണിത്. തമിഴ്നാട്ടിൽ നിന്നും വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അമ്മയെ മക്കളെ വീട്ടിൽ കയറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തുള്ള ഒരു പള്ളിയിലാണ് രാത്രിയിൽ കിടന്ന് കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഡിവിഷനിൽ തന്നെ സ്ഥിരതാമസക്കാരനായ സാബു എന്ന് പറയുന്ന ചേട്ടനും ശ്യാമളൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരും കോൺടാക്ട് ചെയ്ത പ്രകാരം നമ്മളവരുടെ മക്കളുമായിട്ടും ഒക്കെ കോൺടാക്ട് ചെയ്തു. ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. CA വിളിപ്പിച്ചിട്ട് കൂടി മക്കള് അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ആതുരാലയത്തെ കുറിച്ച് അറിയുന്നതും. ജീവകാരുണ്യ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ഗണേഷ് സാറിനെയും അതേപോലെ ശ്യാം എന്നിവരെ കോൺടാക്ട് ചെയ്യുകയും അവരെ അമ്മയെ ഏറ്റെടുക്കാൻ സന്മനസ് കാണിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടുന്ന നടപടികളെല്ലാം പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയാക്കി അമ്മയെ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഗണേശനും സുഹൃത്ത് ശ്യാം ഷാജിയും ചേർന്ന് കൃഷ്ണമ്മയോട് സംസാരിച്ചു. ഭക്ഷണമില്ലാതെ വിശന്നിരുന്ന അവർ ആദ്യം ഭക്ഷണം വേണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പിന്നീട് കൃഷ്ണമ്മയെ കായംകുളത്തിനടുത്തുള്ള മാതൃജ്യോതി അഭയമന്ദിരത്തിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MDMA കൊറിയർ വഴി കടത്തിയ കേസിൽ രണ്ടാം പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അറസ്റ്റിലായി. തേവള്ളി ഓലയിൽ ജയൻ നഗർ 46-ൽ പ്രണവാണ് പിടിയിലായത്. മെയ് 15-നായിരുന്നു രഹസ്യവിവരത്തെ തുടർന്ന് തേവള്ളിയിലെ പ്രണവിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത്. 101.07 ഗ്രാം MDMA ആണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. കേസിൽ ഒന്നാം പ്രതിയായ പട്ടത്താനം സ്വദേശി വിഷ്ണുലാലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അഞ്ചലിൽ പോലീസുകാരന്റെ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ച കേസിൽ അറസ്റ്റിലായ യുവതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശൂർനാട് സ്വദേശിനി ആരതിയുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പ് നടത്തിയിട്ട് അവരുടെ ബന്ധനത്തിലോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ വായനശാല ജംഗ്ഷനിൽ നോക്കി, വീട്ടിൽ വന്ന് നോക്കി, ബുള്ളറ്റ് കത്തിച്ച് നോക്കി, എല്ലാം നോക്കിയിട്ട് വായനശാല ജംഗ്ഷനിലോട്ട് അല്ല മന്ത്രി ജംഗ്ഷനിലോട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോവുക. അഞ്ചൽ ആർച്ചലിൽ പോലീസുകാരന്റെ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ച കേസിലാണ് ശൂർനാട് സ്വദേശിനി ആരതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അഞ്ചൽ SHO ബിജു, SI ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കേസിലെ പ്രധാന പ്രതിയായ ആരതിയെ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ CPO ആയ ആർച്ചൽ സ്വദേശി വിവേകിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ആരതിയെ തെളിവെടുക്കാനായി അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിച്ചത്. പരസ്പരമായിട്ടുള്ള കാര്യമാണ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവർ രണ്ടുപേരൂടെ വന്ന് ഈ കൊച്ച് ഇല്ല കടയിൽ ചെന്ന് അവിടെ കിടന്ന് അവിടെ ഉറങ്ങി എന്നാ, മറ്റേത് വന്ന് ഇവിടെ കത്തിച്ചിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാ ഈ കൊച്ച് എഴുതിച്ചതും രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ വരുന്ന കണ്ടുകൊണ്ട് ഓടിയതും വായനശാലയുടെ പുറം ചെന്ന് ഇരുന്നെന്നും എല്ലാം പറഞ്ഞ്. പക്ഷെ ഇപ്പൊ തെളിവെടുക്കാൻ വന്നപ്പം ആ കൊച്ച് അതിന്റെ പേര് ഫിദാ ഫാത്തിമ എന്നാണെന്നും ഇവിടെ പറഞ്ഞതും പിന്നെ അത് വന്ന വഴി എതിലെയാണെന്ന് ചോദിച്ചപ്പോ ആ കടയുടെ കാര്യം അപ്പൊ അത് മിണ്ടിയതേ ഇല്ല. വന്ന വഴി നേരെ വന്ന് ആ വീട്ടിനകത്തോട്ട് കയറിയ ആ രംഗമാണ് അത് കാണിച്ചത്. അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഓഫീസ് ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് ഒളിമ്പിക് ദിനാഘോഷവും ദേശീയ അന്തർദേശീയ ഒളിമ്പിക് പ്രതിനിധികൾക്ക് സ്വീകരണവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊല്ലം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പുതിയ ഓഫീസാണ് ജൂൺ 4-ന് വൈകിട്ട് 6-ന് ഉദ്ഘാടനം ചെയ്യുന്നത്. കടപ്പാക്കടയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വേറെ മറ്റു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ വളരെ താഴെ കടന്നതാണ്. ആ ഇന്ത്യൻ എക്കണോമിയിൽ നമ്മളിപ്പോ 4ാമത്തെ പൊസിഷൻ എത്തി. നമ്മൾ പണ്ട് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എക്കണോമിക് പൊസിഷൻ നോക്കുന്നത് തല കുടിച്ചായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് തല ഉയർത്തിയാണ്. അതേപോലെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ എനിക്ക് തോന്നുന്നു മെഡൽ നിലയിൽ 71ാമത്തെ സ്ഥാനത്തായിരുന്നു നമ്മൾ വളരെ തല കുടിച്ചാണ് നോക്കിയത്. പക്ഷെ നമുക്ക് ആ ഇന്ത്യൻ എക്കണോമി വളർന്ന പോലെ ഈ ഒളിമ്പിക്സും ഇന്ത്യയിൽ വളരണം. കാര്യം എക്കണോമി വളരുന്നതിനൊപ്പം തന്നെ സ്പോർട്സും വളരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ അഭിമാനത്തോടെ നമ്മൾ ആ മെഡൽ നില തല ഉയർത്തി നോക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനും കേരള ഒളിമ്പിക്സ് അസോസിയേഷനും ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനായിട്ട്
നമ്മള് എല്ലാ ജില്ലകളിലും ഓഫീസ് മുടങ്ങി, അതേപോലെ തന്നെ ഒളിമ്പിക്സ് വളരെ ജനകീയമാക്കുന്നതിന് വേണ്ടി പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒളിമ്പിക്സ് ഡേ വിപുലമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കൊല്ലം ജൂൺ 23. അപ്പം കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സംഘാടക സമിതിയും എല്ലാ നമ്മുടെ മന്ത്രിമാരും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ഒളിമ്പിക്സ് ഡേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒളിമ്പിക് ദിനാഘോഷവും സംഘടിപ്പിക്കും. ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒളിമ്പിക് ഫണ്ട് റൺ, ഒളിമ്പിക് സന്ദേശ പ്രചരണം, വൃക്ഷത്തൈ നടിയിൽ യുവജന പങ്കാളിത്ത പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കും. കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്ന ദേശീയ അന്തർദേശീയ പ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, കേന്ദ്രമന്ത്രിമാർ, ഏഷ്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ദേശീയ കായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരെയാണ് സ്വീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജൂൺ 9 കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുമെന്നും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു പ്രഭാകരൻ, സെക്രട്ടറി ജയകൃഷ്ണൻ R, ട്രഷറർ S വിജയൻ, വൈസ് പ്രസിഡന്റ് K രാമഭദ്രൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പോത്തിനെ മോഷ്ടിച്ചതായി പരാതി. ചവറ തോട്ടിന് വടക്ക് സ്വദേശി ജലാധരന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനെയാണ് കാണാതായത്. ഇത് സംബന്ധിച്ച് ചവറ പോലീസിൽ പരാതി നൽകി. ചവറ തോട്ടിന് വടക്ക് ജീവൻ നിവാസിൽ ജലാധരന്റെ ഉടമസ്ഥതയിലുള്ള പോത്തിനെയാണ് കാണാതായത്. 12 മാസം പ്രായമുള്ളതാണ് പോത്ത്. കഴിഞ്ഞ ദിവസം 2 യുവാക്കൾ പോത്തിനെ വിൽക്കാനാണോ എന്ന് ചോദിച്ച് വീട്ടിലെത്തിയതായി ജലാധരൻ പറയുന്നു. സംഭവം എന്ന് പറയുന്നത്, വീട്ടിലൊരു പോത്തുണ്ടായിരുന്നു, അതിനെ കൊടുക്കണമെന്ന് ചോദിച്ച് 2 ചെറുപ്പക്കാർ പിള്ളേർ വന്നായിരുന്നു. ആ പിള്ളേർ ചോദിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, അത് കൊടുക്കാനുള്ള പ്രായമായില്ല, കുറച്ചുകൂടെ നാളോട് കഴിഞ്ഞ് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അത് പിള്ളേരെ പറഞ്ഞു വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ രാവിലെ മുറ്റത്താണ് കെട്ടിയിടുന്നത്. ഇന്ന് രാവിലെ നോക്കിയപ്പം പോത്തിനെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെല്ലാം തിരക്കിയതിന് ശേഷം ഞങ്ങൾ സംഘടനകൾക്ക് പോയി പരാതി കൊടുക്കുകയും ചെയ്തു. ആ പരാതിക്ക് ശേഷം അവർ പറഞ്ഞ് അന്വേഷിക്കാൻ അവിടെ CCTV ഉണ്ട്, അത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ വിട്ടേക്കുന്നത്. എന്നാൽ പോത്തിനെ ഇപ്പോൾ വിൽക്കുന്നില്ലെന്ന് പറഞ്ഞ ജലാധരൻ യുവാക്കളെ പറഞ്ഞു വിട്ടു. ബുധനാഴ്ച രാവിലെ മുതലാണ് പോത്തിനെ കാണാതായത്. സംഭവവുമായി ബന്ധപ്പെട്ട ചവറ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. അധ്യാപകരും വിദ്യാർത്ഥികളുമില്ല. തെക്കുംഭാഗം വടക്കുംഭാഗം LP സ്കൂളിന് പൂട്ട് വീണു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് LP സ്കൂളിന് താഴ് വീണത്. തെക്കുംഭാഗം നിവാസികളുടെ മാതൃവിദ്യാലയമായ വടക്കുംഭാഗം LP സ്കൂളിനാണ് പൂട്ട് വീണത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ 2 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് സ്കൂൾ അടച്ചുപൂട്ടിയത്. സ്കൂളിലെ പ്രഥമ അധ്യാപിക മാർച്ച് 31 വിരമിച്ചു. ഏക സീനിയർ അധ്യാപിക ഇതോടെ പ്രഥമ അധ്യാപികയായി. ഇവരും മെയ് 31 വിരമിച്ചു. ഇതോടെ സ്കൂളിൽ അധ്യാപകരില്ലാതായി. വടക്കുംഭാഗം NSS കരയോഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ 1953 ആരംഭിച്ചത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പഠിച്ചു. അന്ന് കുട്ടികൾ തോനെ ഉണ്ടായിരുന്നു, സാറന്മാർ തോനെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള കുട്ടികളെല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചത്. എന്താ അറിയണ്ടേ, ഇപ്പം അങ്ങനെ വന്ന് ഇപ്പോൾ പിന്നെ കുട്ടികളില്ലാതായി. സ്കൂളൊക്കെ പഴയ കെട്ടിടമായിരുന്നു, ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് പഴയതിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം വളരെ തുച്ഛ കുട്ടികളുള്ളായിരുന്നു, സാറന്മാരും എല്ലാം പോയി. ഇപ്രാവശ്യം ആരും ഇല്ലെന്ന് തോന്നുന്നു. 450 വിദ്യാർത്ഥികൾ വരെ ഇവിടെ പഠിച്ചിരുന്നു. എന്നാൽ ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ ബലക്ഷയം സംഭവിച്ച് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ ഫിറ്റ്നസ് ലഭിച്ചില്ല. പന്തലിലായിരുന്നു അന്ന്, പരമ്പ് കെട്ടിയായിരുന്നു സ്കൂൾ തിരിച്ചിരുന്നത്. അങ്ങനെ 5ാം ക്ലാസ് വരെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിട്ടാണ്. സേവപ്പന്തലായിരുന്നു ആദ്യം. പിന്നെ 5ാം ക്ലാസ് വരെ ഇവിടെ പിന്നെ സ്കൂളുണ്ടാക്കി അതിലായിരുന്നു. പിന്നെ കുളങ്ങരവിളിയിലോട്ട് പോയി. 5ാം ക്ലാസ് കഴിഞ്ഞാൽ കുളങ്ങരവിളിയിൽ പോയത്. ഇഷ്ടം പോലെ ഒരു ക്ലാസ്സിൽ 40-45 കുട്ടികളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കുട്ടികളും ഉണ്ടായിരുന്നു. നല്ല നല്ല സാറന്മാരുമായിരുന്നു. തുടർന്ന് ഡിവിഷനുകൾ നഷ്ടമായി. ക്ലാസുകളിൽ കുട്ടികളുടെ എണ്ണം നാമമാത്രമായി. കഴിഞ്ഞ അധ്യയന വർഷത്തോടെ കുട്ടികൾ ഇല്ലാതായി. ഏറെ വൈകി മാനേജ്മെന്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി അനുമതി നേടി. എന്നാൽ ഫിറ്റ്നസ് നൽകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അധ്യാപകരും കുട്ടികളും ഇല്ലാത്ത അവസ്ഥയിൽ അധ്യയനം നടത്താൻ കഴിയില്ലെന്നും AEO പറഞ്ഞു. ഇതോടെ അയ്യൻകോയിക്കൽ ഗവൺമെന്റ് LP സ്കൂളിനും ചവറ സൗത്ത് ഗവൺമെന്റ് UPSനും ഇടയിൽ
4 കിലോമീറ്ററിനുള്ളിലെ ഒരു പൊതുവിദ്യാലയം കൂടി ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, ചവറ. വനമിത്ര പുരസ്കാരം ജേക്കബ് എസ് മുണ്ടപ്പുളത്തിന്. പരിസ്ഥിതി വൃക്ഷ വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വനം വകുപ്പാണ് പുരസ്കാരം നൽകുന്നത്. പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ഇദ്ദേഹം നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്ററാണ്. പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വനം വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് വനമിത്ര പുരസ്കാരം. കൊല്ലം സ്വദേശി ജേക്കബ് എസ് മുണ്ടപ്പുളമാണ് പുരസ്കാരത്തിന് അർഹനായത്. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററാണ് ഇദ്ദേഹം. സംസ്ഥാനത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുനിരത്തുകളിലും മധുരവനം പദ്ധതിയിലൂടെ ഫലവൃക്ഷങ്ങളും തണൽമരങ്ങളും നട്ടുവളർത്തുന്ന പ്രവർത്തനമാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. സംസ്ഥാന പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ഇദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഇതോടൊപ്പം വൃക്ഷവ്യാപനത്തിനായി വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ക്ലാസുകളും സെമിനാറുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. സംസ്ഥാന പോലീസ് സേനയിൽ ആദ്യമായി വകുപ്പിന്റെ അനുമതിയോടെ പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലുടനീളം നേതൃത്വം നൽകിയ പോലീസ് ഓഫീസറാണ് ജേക്കബ്. ഈ വനമിത്ര ജേതാവെന്ന സർക്കാരിൻ്റെ ഈ ഒരു അംഗീകാരത്തെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടി കാണുകയാണ്. എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ജില്ല എന്ന് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അതിനു മുമ്പും സന്നദ്ധ സംഘടനകളൊക്കെ അവാർഡുകൾ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും കേരള സർക്കാരിൻ്റെ ഈ ഒരു വനമിത്ര ജേതാവെന്ന അംഗീകാരം എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയിരിക്കുകയാണ്. ഇനി എൻ്റെ മരണം വരെയും വനമിത്ര ജേതാവ് എന്ന പേര് എൻ്റെ പേരിനോടൊപ്പം ചേർക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ പ്രവർത്തനത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമായി ഞാൻ കാണുകയാണ്. തന്റെ 5 സെന്റ് ഭൂമിയിൽ നിരവധി ഫലവൃക്ഷങ്ങളും ടെറസിൽ നിരവധി വൃക്ഷങ്ങളും ഇദ്ദേഹം നട്ടുവളർത്തുന്നു. സത്കർമ്മ, മാസ് എന്നീ ചാരിറ്റി സംഘടനകളിൽ നേതൃത്വപരമായ പങ്കും വഹിക്കുന്നു. കൊല്ലം മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ്. മികവാർന്ന പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾക്ക് കൃഷി വകുപ്പിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ആദരവുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് AICC മൈനോറിറ്റി വകുപ്പ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു. കൊല്ലം ലത്തീൻ കത്തോലിക്ക രൂപത PRO ഫാദർ ലാസറസ് പട്ടക്കടവ്, ദേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് എന്നിവർ സഹോദരങ്ങളാണ്. ജയ ജേക്കബാണ് ഭാര്യ. ജെയ്സൺ, ജെറിൻ, ആര്യ എന്നിവർ മക്കളാണ്. ഇത് എന്നോടൊപ്പം സഹകരിച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് വരുന്ന നന്മമരം പ്രവർത്തകർ, ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്നും പിരിഞ്ഞവരും വിദ്യാർത്ഥി സമൂഹവും സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകളുടെ സഹായവും സഹകരണവുമാണ് എന്നെ ഈ ഒരു വനമിത്ര ജേതാവായ പദവി എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യോഗം കൊല്ലം വടയാട്ടുകോട്ട വ്യാപാരി ഭവനിൽ നടത്തി. ഈ മാസം 17-ന് ജില്ലാ കൗൺസിൽ യോഗവും തെരഞ്ഞെടുപ്പും നടത്താൻ തീരുമാനിച്ചു. പാചകവാതക വില നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ യോഗമാണ് വ്യാപാര ഭവനിൽ നടത്തിയത്. സംസ്ഥാന ട്രഷറർ S ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ചേർന്ന ആളുകളൊക്കെ നമ്മുടെ 2025 ഫെബ്രുവരി മാസം മുതലാണ് അവർ ഈ പ്രതിമാസ ഗഡുക്കൾ അടച്ചു തുടങ്ങിയത്. എങ്ങനെയാണ്? അപ്പോൾ അവരടക്കേണ്ടുന്ന ഒരു കണക്ക് അവര് ആ രണ്ടാം ഘട്ടത്തിൽ ചേർന്ന ആളുകൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ K എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ S കബീർ കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M അൻസാരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജൂൺ 15-ന് ജില്ലാ കൗൺസിൽ യോഗവും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി. ഹോട്ടൽ മേഖലയിലെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനും വിലവർദ്ധനവിന് കാരണമാകുന്നതുമായ പാചകവാതക സിലിണ്ടറിന്റെ വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിനോട് യോഗം അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. 10 വയസ്സുകാരന്റെ പിതാവ് പൊള്ളലേൽപ്പിച്ചതായി ആരോപണം. മൈനാഗപ്പള്ളിയിലാണ് സംഭവം. ആരോപണം നിഷേധിച്ച ബന്ധുക്കൾ. കുട്ടിയെ SIT ആശുപത്രിയിലേക്ക് മാറ്റി. നഗരത്തെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതി അറസ്റ്റിൽ.
കന്യാകുമാരി തക്കല സ്വദേശി ബിജുവാണ് തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായത്. മുണ്ടയ്ക്കൽ സ്വദേശി രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. അഞ്ചലിൽ പോലീസുകാരന്റെ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ച കേസ്. അറസ്റ്റിലായ യുവതിയുമായി പോലീസ് തെളിവെടുപ്പ്. ശൂർനാട് സ്വദേശിനി ആരതിയുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. അധ്യാപകരും വിദ്യാർത്ഥികളുമില്ല. തെക്കുംഭാഗം വടക്കുംഭാഗം LP സ്കൂളിന് പൂട്ട് വീണു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് സ്കൂളിന് താഴു വീണത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.